ഹലോ എവരിവൺ, വെൽക്കം ടു ഗ്രീഷ്മാസ് ലേണിംഗ് സ്പേസ്. ഇന്ന് നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആവറേജിൻ്റെ ക്ലാസ് നമ്മൾ ഇതുപോലെ കുറേ ക്ലാസ്സുകളായിട്ട് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച് തീർത്തായിരുന്നു. അപ്പോൾ NTPC ഇനി വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ബേസിക് ടോപ്പിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു ചാനൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് ടൈം ആൻഡ് വർക്കാണ്. ടൈം ആൻഡ് വർക്ക് നമ്മൾ എഫിഷ്യൻസി മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടൈം, വർക്ക്, എഫിഷ്യൻസി, ഈ 3 ടേംസ് ആണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ടൈം എന്താണ്, വർക്ക് എന്താണ്, എഫിഷ്യൻസി എന്താണ്, 3 ടേംസ് ആണുള്ളത്. ഓക്കെ, ഒരാൾ ചെയ്യുന്ന വർക്ക്, അയാളുടെ എഫിഷ്യൻസി ഈസ് നത്തിങ് ബട്ട് വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, ഒരു മണിക്കൂറിൽ ചെയ്യുന്ന വർക്ക്, ഒരു സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക്, യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കാണ് എഫിഷ്യൻസി. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ബൈ ടൈമാണ്. ഒരു യൂണിറ്റ് ടൈമിൽ ഇപ്പോൾ ഒരാൾ 10 ദിവസം കൊണ്ട് ഒരു 30 വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്തു. ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്തു. അയാൾക്ക് 10 ദിവസമായപ്പോൾ 30 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അല്ലേ? അപ്പോൾ ഒരു ദിവസം ചെയ്ത വർക്ക്, അതിനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 3 വർക്ക് പെർ ഡേ, അല്ലേ? 3 വർക്ക് പെർ ഡേ. ഒരു ദിവസം 3 വർക്ക് വെച്ച് ആൾക്ക് ചെയ്യാൻ പറ്റി. സോ 30 വർക്ക് 10 ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 3 കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് 3 വർക്ക് പെർ ഡേ ആണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പ്രോബ്ലംസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: രാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 15 days. വാട്ട് പാർട്ട് ഓഫ് വർക്ക് വിൽ ഹി ഡു ഇൻ 2 days? 15 ദിവസം കൊണ്ട് രാം ഒരു ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് എത്ര വർക്കാണ് ചെയ്യുന്നത്? ഓക്കെ, സോ 15 ദിവസം കൊണ്ട് ഒരാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ 15-ൽ 2 ദിവസം വർക്ക് ചെയ്തു, അല്ലേ? 15-ൽ 2 ദിവസം വർക്ക് ചെയ്തു. 15-ൽ 2 ദിവസം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ 15-ൽ 2 ദിവസം വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയും വർക്ക് കംപ്ലീറ്റ് ആയി. 15-ൽ 2, അല്ലേ? ഒന്നാമത്തെ ദിവസം ഒരു വർക്ക്, അടുത്ത ദിവസം ഒരു വർക്ക്, അടുത്ത ഒരു ദിവസം ഒരു വർക്ക്, അങ്ങനെ 15 ദിവസം ആകുമ്പോൾ 15 വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേക്കും 2 വർക്കാണ് കംപ്ലീറ്റ് ആവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: റാം ഈസ് ട്വൈസ് as good as ഷ്യാം ഇൻ വർക്ക്. ഷ്യാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. ഇൻ ഹൗ മെനി ഡേയ്സ് റാം വിൽ ഡു ദ വർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. രാമാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ, രാമും ഉണ്ട് ശ്യാമും ഉണ്ട്. രാം ഈസ് ട്വൈസ് as good as ഷ്യാം ഇൻ വർക്ക് എന്ന. രാം എന്ന് പറയുന്നത് ഷ്യാമിൻ്റെ ഡബിൾ ഗുഡാണ്. ഷ്യാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. ഷ്യാമിന് 30 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഷ്യാമിന് 30 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ രാമിന് അതിൻ്റെ പകുതി ദിവസം പോരെ? കാരണം രാം ഈസ് ട്വൈസ് as good as ഷ്യാം എന്നാ. അപ്പോൾ സിംപ്ലി 15 എന്ന് എഴുതാം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സിംപ്ലി നമുക്കൊന്ന് ആലോചിച്ച് എഴുതുന്നേ ഉള്ളൂ. ഡബിൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ പകുതി ദിവസം കൊണ്ട് പണി തീർക്കും, അല്ലേ? 10 ദിവസം ഒരാൾക്ക് ജോലി ചെയ്യാൻ വേണമെങ്കിൽ 5 ദിവസം മതി മറ്റേ ആൾക്ക്. 30 ദിവസം ഒരാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഡബിൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്ക് ജസ്റ്റ് 15 ദിവസം മതി. അങ്ങനെ ആലോചിച്ചാലും നമുക്ക് ആൻസർ കിട്ടും. എന്നാലും ആ ടൈം ആൻഡ് വർക്ക് കോൺസെപ്റ്റിലോട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോൺസെപ്റ്റിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ ആണല്ലോ? സോ രാമുണ്ട്, ശ്യാമുണ്ട്. രാം ഈസ് ട്വൈസ് as good as ഷ്യാം എന്ന് പറയുന്നുണ്ട്. ഷ്യാമിൻ്റെ ഡബിൾ എഫിഷ്യൻ്റ് ആണ് രാം എന്ന് പറയുന്നത്, അല്ലേ? ഷ്യാമിൻ്റെ ഡബിൾ എഫിഷ്യൻ്റ് ആണ് രാം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടുപേരും, രാമും ഉണ്ട് ശ്യാമും ഉണ്ട്. അതിൽ ശ്യാം 30 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് ചെയ്ത് തീർക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, ടോട്ടൽ വർക്ക് 30 ആണെങ്കിൽ ഷ്യാമിൻ്റെ എഫിഷ്യൻസി എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം ഒരു ദിവസം ഒരു വർക്ക് വെച്ച് ചെയ്താൽ 30 ദിവസം കൊണ്ട് ആ 30 വർക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ, അല്ലേ? ഒരു ദിവസം ഒരു വർക്ക് വെച്ച് ചെയ്താൽ 30 ദിവസം കൊണ്ട് ആ 30 വർക്ക് കംപ്ലീറ്റ് ആവും. എന്നാൽ ഷ്യാമിൻ്റെ എഫിഷ്യൻസിയുടെ ഡബിൾ എഫിഷ്യൻസിയുള്ള രാമാവുമ്പോഴോ 15 ദിവസം കൊണ്ട് 15 × 2 30 കംപ്ലീറ്റ് ആവും, അല്ലേ? സോ രാമിൻ്റെ വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 15 ആണ്. കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാക്കണമെങ്കിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. AB ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പക്ക മനസ്സിലാവേ. A can do a piece of work in 20 days. എക്ക് ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം വേണം.
എയ്ക്ക് ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം വേണം. ബി ക്യാൻ ഡു ഇറ്റ് ഇൻ 30 days. ബിക്കാണെങ്കിലോ 30 ദിവസം വേണം. ആ സെയിം വർക്ക് ബിക്ക് ചെയ്യാൻ 30 ദിവസം വേണം. അങ്ങനെയാണ് എ ആൻഡ് ബി രണ്ടുപേരും കൂടി ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് വർക്ക് ചെയ്യും? എ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, ബി 30 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മനസ്സിലായോ? എ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക്, ബി 30 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് എയും ബിയും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കൂടാ? അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആൻസർ 20 കുറവ് വരുമോ അതോ 20 30 ഇടയ്ക്ക് വരുമോ അത് 30 കൂടുതലാവാൻ എന്തൊരു സാധ്യത? എന്ന് പറഞ്ഞ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തന്നെ 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു വർക്കാണ്. പിന്നെ ഒരാളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ചെയ്തു തീർക്കും. അതായത് നമ്മുടെ ആൻസർ എന്തായാലും 20 കുറവായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞ ഒരാൾക്ക് വിചാരിച്ച 20 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു ജോലി 2 പേര് ചേർന്ന് ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ദിവസത്തിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ മനസ്സിലായി. എ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ബി 30 ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യും? സോ ഞാനൊരു വർക്ക് അസ്യൂം ചെയ്യാൻ പോവുകയാണ്. എന്തെടുക്കും വർക്ക്? ഞാനിപ്പം ഇവിടെ ഒരു 60 വർക്ക് എന്നങ്ങ് എടുക്കുക. കാരണം 20ൻ്റെ മൾട്ടിപ്പിളിലും 30ൻ്റെ മൾട്ടിപ്പിളും ഉള്ളത് 60. 20ൻ്റെയും 30ൻ്റെയും LCM അല്ലെങ്കിൽ 20ൻ്റെയും 30ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ അങ്ങ് വർക്കായിട്ട് എടുക്കണം. 20ൻ്റെയും 30ൻ്റെയും LCM എന്ന് പറയുന്നത് എത്ര വരും? 10 കോമൺ എടുത്ത് 2 3. LCM എന്ന് പറയുന്നത് എത്ര വരും? 60 എന്ന് വരും. സോ 60നെയാണ് ഞാൻ വർക്കായിട്ട് എടുത്തത്. തന്നിരിക്കുന്ന ഡേറ്റാസിൻ്റെ LCM വേണം വർക്കായിട്ട് എടുക്കാൻ. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വർക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? ഒരു ദിവസം എത്ര വർക്ക് ചെയ്യണം? എയുടെ ടൈം എന്ന് പറഞ്ഞാൽ 20 ദിവസം. 20 ദിവസം കൊണ്ട് 60 വർക്ക് ചെയ്യും. 20 ദിവസം കൊണ്ട് 60 വർക്ക് ചെയ്യുമെങ്കിൽ ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്യും. അതാണ് എയുടെ എഫിഷ്യൻസി. ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്താൽ 20 ദിവസം ആകുമ്പം 60 വർക്കും കംപ്ലീറ്റ് ആവും. ഒരു ദിവസം 3 വർക്ക് വെച്ച് ചെയ്താൽ 20 ദിവസം ആകുമ്പം 60 വർക്കും കംപ്ലീറ്റ് ആവും. ക്ലിയർ ആണോ? അങ്ങനെ നോക്കുമ്പം മറ്റേ ആളോ ബിയോ 30 ദിവസം കൊണ്ട് 60 വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ദിവസം എത്ര വർക്ക് വെച്ച് ചെയ്യണം? 30 ദിവസം കൊണ്ട് പണി തീർന്നു. അപ്പോൾ ഒരു ദിവസം 2 വർക്ക് വെച്ച് അല്ലേ? ഒരു ദിവസം 2 വർക്ക് വെച്ച് ചെയ്താൽ 30 × 2 ആണ് 60. സോ ടൈം ഇൻറ്റു എഫിഷ്യൻസി ആയിരിക്കും എപ്പോഴും വർക്ക്. ടൈമിനെ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും വർക്ക് കിട്ടുന്നത്. അപ്പോൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായോ? ഇത് എഫിഷ്യൻസി മെത്തേഡിൽ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. 20 30 മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ ഒരു വർക്ക് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അത് വെച്ചിട്ട് 20 × 3 ആണ് 60, 30 × 2 ആണ് 60. ഈ 3 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം പോയാൽ 3 വർക്ക് ചെയ്ത് തീർക്കും. ഈ 2 എന്ന് പറഞ്ഞാൽ എന്താ? ബി ഒരു ദിവസം പോയാൽ 2 വർക്ക് ചെയ്ത് തീർക്കും. അങ്ങനെയാണ് എയും ബിയും പോയെങ്കിലോ എയുടെ 3 വർക്കും കഴിയും, ബിയുടെ 2 വർക്കും കഴിയും. അപ്പം മൊത്തത്തിൽ 5 വർക്ക് പെർ ഡേ ആവും. 2 പേരും കൂടെ ചേർന്നാണ് പോകുന്നതെങ്കിൽ 5 വർക്ക് വെച്ച് ഒരു ദിവസം തീരും. ശരിയല്ലേ? 2 പേരുണ്ട്, ഒരാൾ 3 വർക്ക് ചെയ്യും, മറ്റേ ആൾ 2 വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഒരു ദിവസം 5 വർക്ക് വെച്ച് 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവത്തില്ലേ? അപ്പോൾ 2 പേരും കൂടെ ചേർന്നാണ് ചെയ്യുന്നതെങ്കിൽ 12 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. സോ ആൻസർ ഈസ് 12. ഇതാണ് നമ്മുടെ മെത്തേഡ്. എ 20 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് ബി 30 ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്നത് 12 ദിവസം കൊണ്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം സെയിം മോഡലിൽ. എ alone can do a piece of work in 6 days. B alone can do it in 12 days. Then A and B together can do the same work in how many days? A ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബി ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യുന്ന കുറേ ജോലികൾ എയും ബിയും കൂടെ ഒരുമിച്ച് വിചാരിച്ചാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? എ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എ alone എത്ര ദിവസം കൊണ്ട് ചെയ്യും? 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ബി എലോൺ ആണെങ്കിൽ 12 ദിവസം എടുക്കും. ആൾ ഭയങ്കര വീക്കാ അല്ലേ? 12 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. മറ്റേ ആൾ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ബിക്ക് 12 ദിവസം എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എന്നാണ് ചോദ്യം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് അസ്യൂം ചെയ്യണം. എന്തെടുക്കാം വർക്ക്? ഒരു വർക്ക് അസ്യൂം ചെയ്തേ. 6ൻ്റെയും 12ൻ്റെയും LCM, 6ൻ്റെയും 12ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 12 തന്നെയാണ്. 4ൻ്റെയും 8ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 8 തന്നെ. ഒരു നമ്പറും അതിൻ്റെ ഡബിളും തന്നാൽ LCM എന്ന് പറയുന്ന വലിയ നമ്പർ തന്നെയായിരിക്കും അല്ലേ? കൂട്ടത്തിൽ വലിയ നമ്പർ തന്നെയായിരിക്കും LCM.
സോ ഇവിടെ നമുക്ക് 6ൻ്റെയും 12ൻ്റെയും LCM 12 സോ വർക്ക് 12 എന്ന് എടുത്തു. അപ്പോൾ ടൈം അറിയാം. ഈ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു ജോലി ബി 12 ദിവസം കൊണ്ട് ചെയ്യുന്നു. ആ ജോലി എന്താണെന്നും അറിയാം, 12. അങ്ങനെയാണ് എഫിഷ്യൻസി എന്ത് വരും? 6 ദിവസം കൊണ്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 എണ്ണം വെച്ച് ചെയ്യണം. 6 × 2 ആണ് 12. 12 ദിവസം കൊണ്ട് ചെയ്ത ബി ഒരു ദിവസം ഒരു വർക്ക് വെച്ചേ ചെയ്തിട്ടുള്ളൂ. എന്നാലല്ലേ 12 വർക്ക് കംപ്ലീറ്റ് ആവും. രണ്ടുപേരും കൂടെ ചേർന്നായാലോ 2 + 1 3 വർക്ക് വെച്ച് തീരും. അങ്ങനെയാണെങ്കിൽ 4 ദിവസം കൊണ്ട് 4 × 3 ആണ് 12. 6 × 2 ആണ് 12. 12 × 1 ആണ് 12. സോ വർക്ക് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വർക്ക് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം എപ്പോഴും ടൈം ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് ആ വർക്ക് കിട്ടണം. ആ സെയിം വർക്ക് ചെയ്യുന്ന ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും? 4. അതായത് എ 2 വർക്കും ബി 1 വർക്കും ചെയ്താൽ മൊത്തം 3 വർക്ക് വെച്ച് തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് 4 ദിവസം കഴിയുമ്പോൾ ആ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആകും. കാരണം ടോട്ടൽ 12 വർക്കേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ്. ഇനി എയും ബിയും 2 പേരുടെ ചോദ്യം ചോദിച്ചാൽ, എ ബി സി 3 പേരുടെ ചോദ്യം ചോദിച്ചാലും ഒക്കെ നമുക്ക് ഈ ടൈപ്പിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 12 days. എ 12 ദിവസം കൊണ്ട് ചെയ്യും, ബി 15 ദിവസം കൊണ്ട് ചെയ്യും, സി 20 ദിവസം കൊണ്ട് ചെയ്യും. മനസ്സിലായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഭയങ്കര ഈസി ആവും കേട്ടോ. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാണ്? എ 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ബി 15 ദിവസം കൊണ്ടും സി 20 ദിവസം കൊണ്ടും ചെയ്യുന്നു. ഇൻ ഹൗ മെനി ഡേയ്സ് ദേ ടുഗദർ കംപ്ലീറ്റ് ദ വർക്ക് എന്നാണ് ചോദ്യം. 3 പേരും കൂടെ ഒരുമിച്ച്, എയും ബിയും സിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്? ചോദ്യം ക്ലിയർ ആണല്ലോ. 3 പേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും? സോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആൻസർ കിട്ടിയില്ലെങ്കിൽ മാത്രം ബാക്കി കാണാം. ഓക്കെ, സോ ബാക്കി നോക്കാം. ഒരു വർക്ക് അസ്യൂം ചെയ്യണം. 12 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. ഒരു വർക്ക് അസ്യൂം ചെയ്യണം. LCM ആണ് വർക്ക്. 5 കോമൺ എടുത്താൽ 12, 3 5 15, 4 5 20. 3 കോമൺ എടുത്താൽ 4 3 12, 1 3 4. 4 കോമൺ എടുത്താൽ 1 1 1. സോ 5 × 4 × 3 60 ഇവിടെയും വർക്ക്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് വർക്ക് അസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. വർക്ക് അസ്യൂം ചെയ്ത് ഇനി 12ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടുന്നത്? 12 × 5 ആണ് 60. സോ എഫിഷ്യൻസി 5 ആണ്. 15ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 60 കിട്ടുന്നത്? 4 ആണ്. 15 × 4 ആണ് 60. 20ൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 60 കിട്ടുന്നത്? 20 × 3 ആണ് 60. അപ്പോൾ ഇവർ 3 പേരും കൂടെ ഉണ്ടെങ്കിലോ 5 + 4 + 3. സോ 12 ആയിരിക്കും ടോട്ടൽ എഫിഷ്യൻസി. ഇവർ 3 പേരും കൂടെ ചേർന്നാൽ എ 5 വർക്ക് ചെയ്യുമ്പോൾ ബി അവിടെ പോയി 4 വർക്ക് ചെയ്യും, സി അതേസമയം 3 വർക്ക് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് 12 വർക്ക് കംപ്ലീറ്റ് ആവും. 12 വർക്ക് വെച്ച് 3 പേരും കൂടെ ചെയ്യും. അങ്ങനെയാണ് 12 × എത്രയാണ് 60? 12 × 5 ആണ് 60. സോ നമ്മുടെ ആൻസർ 5 ആണ്. 5 ദിവസം മതി. 12 വർക്ക് വെച്ച് 5 ദിവസം. ഈ 12 × 5 60 ആണ്. ഈ 15 × 4 60 ആണ്. ഈ 20 × 3 60 ആണ്. ഈ 5 × 12 60 ആണ്. വർക്ക് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. ഷ്യാം വിൽ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days. രാം ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 15 days. Bhuvan can do the same work in 10 days. In how many days can all 3 do the work എന്നാണ് ചോദ്യം. ശ്യാമുണ്ട്, രാമുണ്ട്, ഭുവനുണ്ട്. ശ്യാമുണ്ട്, രാമുണ്ട്, ഭുവനുണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ശ്യാം 30 ദിവസം കൊണ്ടൊരു വർക്ക് ചെയ്യുമ്പോൾ രാം 15 ദിവസം കൊണ്ട് ചെയ്യുന്നു, ഭുവൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ശ്യാമും രാമും ഭുവനും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നാണ് ചോദ്യം. സോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെ പ്ലേ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ വർക്ക് അസ്യൂം ചെയ്യണം. എങ്ങനെയാണ് വർക്ക് അസ്യൂം ചെയ്യുന്നത്? 30 ഉണ്ട്, 15 ഉണ്ട്, 20 ഉണ്ട്. 30 ഉണ്ട്, 15 ഉണ്ട്, 10 ഉണ്ട്. ഈ 3 നമ്പേഴ്സിൻ്റെയും LCM എടുത്താൽ, LCM ഒന്നും എടുക്കണം. നിങ്ങൾ നോക്കി 30 തന്നെയല്ലേ ശരിക്കും? 15ൻ്റെ 2 times ആണ്, 10ൻ്റെ 3 times ആണ്. സോ 30 തന്നെ എടുത്താൽ പോരെ വർക്കായിട്ട്. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കൂട്ടത്തിൽ വലിയ നമ്പർ വരാൻ ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം
എപ്പോഴും ഓർമ്മയിൽ വേണം. അപ്പോൾ 30 തന്നെ ഓക്കെയാണ്. 30 × 1 ആണ് 30, 15 × 2 ആണ് 30, 10 × 3 ആണ് 30. ആ വർക്ക് കോൺസ്റ്റന്റ് എന്നുള്ള കൺസെപ്റ്റിൽ എഫിഷ്യൻസി ഞാൻ കണ്ടുപിടിച്ചു. 30 × 1, സോ 1 ആണ് ഷ്യാമിൻ്റെ എഫിഷ്യൻസി എങ്കിൽ രാമിൻ്റെത് 2 ആണ്, ഭുവൻ്റെത് 3 ആണ്. ഓക്കെ, ഇനി 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 3 + 2 5, 5 + 1 6 ആണ്. 3 പേരും കൂടെ ചേർന്നാൽ രാം 1 വർക്ക് ചെയ്യുമ്പോൾ രാം 2 വർക്ക് ചെയ്യുമ്പോൾ ഷ്യാം 1 വർക്ക് ചെയ്യും, ഭുവൻ 3 വർക്ക് ചെയ്യും, മൊത്തം 6 വർക്ക് കംപ്ലീറ്റ് ആവും. എത്ര × 6 ആണ്? 30. 5 × 6 ആ 30. സോ നമ്മുടെ ആൻസർ 5 ആണ്. 5 ദിവസം കൊണ്ട് 3 പേരും കൂടെ ചേർന്ന് ജോബ് തീർക്കും. 5 ദിവസം കൊണ്ട് 3 പേരും കൂടെ ചേർന്ന് ആ ജോബ് തീർക്കും. അടുത്ത ക്വസ്റ്റ്യൻ, A and B together can do a work in 6 days and A alone can do it in 9 days. In how many days can B alone do it എന്ന ചോദ്യം. A ഉണ്ട്, B ഉണ്ട്, എയും ബിയും കൂടെ ചേർന്നുള്ളത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാണ്ട് വർക്കിൻ്റെ പോർഷനും ഉണ്ട്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, എയും ബിയും കൂടെ ചേർന്നുള്ള കാര്യമുണ്ട്, വർക്ക് ഉണ്ട്. എന്തൊക്കെ തന്നിരിക്കുന്നത്? എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 6 days. എയും ബിയും കൂടെ വിചാരിച്ച 6 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. എ ഒറ്റയ്ക്ക് വിചാരിച്ച 9 ദിവസം കൊണ്ടൊരു ജോലി തീർക്കും. അങ്ങനെയാണ് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ് ഈ സെയിം ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്? ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ്? എപ്പോഴും പറയുന്ന പോലെ പൗസ് ചെയ്യുക, ചെയ്ത് നോക്കുക, കിട്ടിയില്ലെങ്കിൽ വീണ്ടും പ്ലേ ചെയ്യുക, കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സോ വർക്ക് അസ്യൂം ചെയ്യുക. 9നും 6നും കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ 18 അല്ലേ? 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്, 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്. സോ ഞാൻ 18 വർക്കായിട്ട് എടുക്കുക. ഇനി 9 × 2 അല്ലേ 18, 6 × 3 അല്ലേ 18. സോ എയുടെ എഫിഷ്യൻസി 2 ആണെങ്കിൽ എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 3. എ ഒരു ദിവസം 2 വർക്കേ ചെയ്യും. ഇവിടെ എങ്ങനെ പിന്നെ 3 വർക്കായി? ബാക്കി 1 വർക്ക് ചെയ്ത് അപ്പോൾ ബി ആയിരിക്കും. എന്നല്ല 2 + 1 = 3 വരത്തുള്ളൂ. എ 2 വർക്ക് ചെയ്തപ്പം ബി പോയി 1 വർക്ക് ചെയ്തു. സോ ബിയുടെ എഫിഷ്യൻസി 1 ആണ്. സോ ബി വർക്ക് ചെയ്യാനെടുത്ത സമയം 18 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വന്നു? 18. മനസ്സിലായോ? എപ്പോഴും ആലോചിക്കുക, ഈ പ്രോഡക്റ്റ് 18 ആയിരിക്കും, ഈ പ്രോഡക്റ്റും 18 ആയിരിക്കും, ഈ പ്രോഡക്റ്റും 18 ആയിരിക്കും. കാരണം ആ പ്രോഡക്റ്റ്സ് എല്ലാം വർക്കായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായിപ്പോയി നമുക്ക് പെട്ടെന്ന്, അല്ലാതെ വർക്ക് ബൈ എഫിഷ്യൻസി ഇക്വേഷനിലോട്ടൊന്നും പോകണ്ട. നമ്മുടെ ലോജിക്കൽ 9 × 2 ആണല്ലോ 18 വരണ്ട, 18 × 1 ആണല്ലോ, അല്ലെങ്കിൽ 6 × 3 ആണല്ലോ. അപ്പോൾ ആ ഒരു നമ്പറിനെ നമുക്ക് മിസ്സായി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ, A alone can make 100 baskets in 6 days. B alone can make 100 baskets in 12 days. In how many days A and B together make 100 basket? ഇവിടെ വർക്ക് സെയിം ആണ്. എ 100 ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, ബിയും 100 ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്നു, സിയും 100 ബാസ്ക്കറ്റ്, അല്ല എയും ബിയും കൂടെ ചേർന്ന് 100 ബാസ്ക്കറ്റ് ഉണ്ടാകുന്നു. വർക്ക് സെയിം എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രം ആ ബാസ്ക്കറ്റിൻ്റെ നമ്പർ പറഞ്ഞേക്കുന്നത്. നമ്മളതിന് യൂസ് ചെയ്യുക പോലും വേണ്ട. വർക്ക് സെയിമാണ്. എ ഒരു വർക്ക് ചെയ്യാൻ 6 ദിവസം എടുക്കുന്നു. എത്ര ബാസ്ക്കറ്റ്? 100 ബാസ്ക്കറ്റ് എക്ക് ഉണ്ടാക്കാൻ 6 ദിവസം. ബിക്ക് അതേ 100 ബാസ്ക്കറ്റ്, അതേ സെയിം വർക്ക് എന്ന് ആലോചിച്ചാൽ മതി, എണ്ണം നമുക്ക് ആവശ്യമില്ല. ബിയും അതേ സെയിം വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. ബിയും അതേ സെയിം വർക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കുന്നു. എയും ബിയും കൂടെ ചേർന്ന് ആ സെയിം വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നു എന്നാണ് ചോദ്യം. സോ വർക്ക് അസ്യൂം ചെയ്യുക. സോ പൗസ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ ചെയ്യുക. ഓക്കെ, വർക്ക് അസ്യൂം ചെയ്യുക 12. 6 × 2 ആണ് 12, 12 × 1 ആണ് 12. എ 2 വർക്ക് ചെയ്യുമ്പോൾ ബി 1 വർക്ക് ചെയ്താൽ 2 പേരും കൂടെ ചേർന്ന് 3 വർക്ക് ചെയ്യും. 6 × 2 പോലെ 12 × 1 പോലെ എത്ര × 3 ആണ് 12? 4 × 3. സോ 4 ദിവസം കൊണ്ടാണ് എയും ബിയും കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A can lay a railway track between 2 given stations in 16 days and B alone do the same job in 12 days. With the help of C, they did the job in 4 days only. Then C alone can do the job. ഇത് തൊട്ട് നിങ്ങൾ എല്ലാവരും തനിയെ ചെയ്തിരിക്കണം, കാരണം അത്രയും നമ്പർ ഓഫ് എക്സാമ്പിൾസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പൗസ് ചെയ്യുക, എന്നിട്ട് പ്ലേ ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ 16 ദിവസം കൊണ്ടൊരു ജോലി ചെയ്തു, ബി 12 ദിവസം കൊണ്ടൊരു ജോലി ചെയ്തു.
സിയുടെ കാര്യമൊന്നും പറയുന്നില്ല, പക്ഷെ പറയുന്നുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ദേ ഡു. സിയുടെ സഹായത്തോടെ എയും ബിയും എന്നുവെച്ചാൽ എയും ബിയും സിയും കൂടെ ചേർന്ന് 4 ദിവസം കൊണ്ട് ജോലി ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സി ദേ ഡിഡ് ദ ജോബ് എന്ന്. ദേ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? എയും ബിയും. സോ എയും ബിയും സിയും കൂടെ ചേർന്ന് 4 ദിവസം കൊണ്ടാണ് ജോലി ചെയ്തത്. സോ വർക്ക് അസ്യൂം ചെയ്യാം. 16-നും 12-നും 4-നും 16 എടുത്താൽ 16 എടുത്താൽ പറ്റില്ല. 16 × 3 48 എടുത്താൽ ശരിയാവും. 12-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഉണ്ട്. 16 × 3 48 അങ്ങ് എടുത്താൽ മതി. 16 × 3 12 × 4 4 × 12. എയുടെ എഫിഷ്യൻസി 3 ആണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 4. എ ഒരു ദിവസം 3 വർക്ക് ചെയ്യുമെങ്കിൽ ബി 4 ദിവസം ചെയ്യും. പക്ഷെ മൊത്തം 12 ചെയ്തേക്കുന്നു. ബാക്കി 5 ആരാ ചെയ്തത്? അപ്പം സിയാ ചെയ്തത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 12 കിട്ടേണ്ടത്. സോ ഇത് എന്താന്ന് കിട്ടി? 5 എന്ന് കിട്ടി. സോ ടൈം എത്ര കിട്ടും? ടൈം കണ്ടുപിടിക്കാനായിട്ട് സി വർക്ക് ചെയ്യാനെടുത്ത സമയം കണ്ടുപിടിക്കാനായിട്ട് വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്താൽ മതി. ടോട്ടൽ 48 വർക്ക് 5 എഫിഷ്യൻസി ഉള്ള സി ചെയ്യുമ്പോൾ 45 3 9 3/5 ഡേയ്സ് ആണ് ടൈം എടുക്കുന്നത്. സോ ആൻസർ ഈസ് 9 3/5 ഡേയ്സ്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A can do a piece of work in 20 days. B can do it in 30 days. A start the work after 10 days. A left. B can do the remaining work. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് റിമൈനിങ് വർക്കിൻ്റെ പ്രോബ്ലം, അതായത് ടൈപ്പ് 2. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ടൈപ്പ് 2 പ്രോബ്ലം അതുകൊണ്ട് നമുക്കൊരു നെക്സ്റ്റ് സെക്ഷനായിട്ട് ചെയ്യാവേ. എല്ലാം കുറേശ്ശെ ചെയ്യാം. അപ്പം മൊത്തത്തിൽ കാണുമ്പോൾ ഒരു മടുപ്പ് തോന്നും. കുറേശ്ശെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ. സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ഇതുപോലെ ചെറിയ സെക്ഷൻസ് ആക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. താങ്ക് യു. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയാം. നിങ്ങൾക്ക് ഇതൊക്കെ യൂസ് ആവുന്നോ, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും എന്നുള്ള കമൻസ് ഒക്കെ പറയാം. ഓക്കെ, താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.